സമൂ ചീസിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റിലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോണ്ടയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. കപ്പ ചെമ്മീൻ ബോണ്ട. ഇതിനു വേണ്ട സാധനങ്ങൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്നായി വേവിച്ചെടുത്ത കപ്പ 1/2 കിലോ, ചെമ്മീൻ 1/4 കിലോ. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന കപ്പ എന്ന് പറഞ്ഞാൽ നല്ലപോലെ വേകുന്നതായിരിക്കണം, നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കണം. നമുക്ക് കൈകൊണ്ട് പൊടിക്കാം, അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്താലും മതി. അടുത്തത് നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിന് 2 സവോള ചെറുതായി മുറിച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി, മല്ലിയില, 3 പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം ഞാൻ ചെറുതായി മുറിച്ചെടുത്തതാണ്. ഇനി ഇതിന് ആവശ്യമായ മസാലപ്പൊടികൾ: 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, മുട്ടയുടെ വെള്ള, ബ്രെഡ് ക്രംസ്. ആദ്യം നമുക്ക് ചെമ്മീൻ മസാല തയ്യാറാക്കിയെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ആദ്യം ഇതൊന്ന് ചെറുതായി വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ഇട്ട് നന്നായി വഴറ്റുക. എണ്ണ അല്പം കുറവുണ്ട്, അല്പം കൂടെ എണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവോള നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ 2 സ്പൂൺ പൊടിച്ചു വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം മസാലകളെല്ലാം ചേർത്ത് വഴറ്റിയെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മീറ്റ് മസാല, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മുളകിൻ്റെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ മസാലയുടെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ മസാല ചേർത്ത് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഈ ചെമ്മീനൊന്ന് മുറിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഫില്ലിങ്ങിന് ആവശ്യമായ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീനെ ഞാനിവിടെ ചെറുതായി മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോണ്ട റെഡിയാക്കി എടുക്കാം. കപ്പ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് ഞാൻ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലാണ് ഞാനിത് പൊടിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് മല്ലിയില, കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈ കൊണ്ട് ഇതുപോലെ ഞെരടി കുഴച്ച് വേണം എടുക്കാനായിട്ട്. ഈ മല്ലിയിലയും കറിവേപ്പില, സവോള, കപ്പ ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ചിട്ട് ഉരുളകളാക്കി എടുക്കാൻ പറ്റുന്ന പരുവത്തിൽ വേണം നമ്മളിത് കുഴയ്ക്കേണ്ടത്. ഈ സമയത്ത് ഇതിന് ആവശ്യമായ ഉപ്പുണ്ടോയെന്ന് നോക്കണം. പോരായെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. കപ്പയെല്ലാം ഞാൻ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഓരോ ബോൾസും എടുത്ത് കൈവേളയിൽ വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കണം. രണ്ടത് ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കുക. ഇതിനകത്തേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ മസാല നിറച്ചു കൊടുക്കണം. ഇതുപോലെ അതിൻ്റെ സൈഡെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഫില്ലിങ് പുറത്ത് പോകാത്ത രീതിയിൽ ഇത് ഉരുട്ടിയെടുക്കണം. ബാക്കിയുള്ള ബോൾസ് നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ചെമ്മീൻ ബോൾസ് എല്ലാം ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബോളും എടുത്ത് മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കണം. എല്ലാ ബോൾസും മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് എടുക്കാം. ബോണ്ടയെല്ലാം ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുള്ള എണ്ണ ഞാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഓരോ ബോൾസും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. ബോണ്ടയെല്ലാം ഇതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബോണ്ടയും ഫ്രൈ ചെയ്തെടുക്കാം. കപ്പയും ചെമ്മീനും ഒക്കെ കിട്ടുമ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.